ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ന്യൂ കെയ്നീഷ്യൻ മോഡൽ അഥവാ നിയോ കെയ്നീഷ്യൻ മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം. നിയോ കെയ്നീഷ്യനിസം എന്ന ടേം ആദ്യമായിട്ട് കൊണ്ടുവന്നത് 1955 പ്രൊഫസർ സാമുവൽസൺ ആണ് ഇത് ഇങ്ങനൊരു ടേം മുന്നോട്ട് വെച്ചത് കേട്ടോ. നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിയോ കെയ്നീഷ്യൻ മോഡൽ. Neo-Keynesianism is a modification of Keynesian and Neoclassical economics. അതായത് നിയോ ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെയും കെയ്നീഷ്യൻ്റെയും ഒരു മോഡിഫിക്കേഷനാണ് നിയോ കെയ്നീഷ്യനിസം എന്ന് പറയുന്നത്. നിയോ കെയ്നീഷ്യനിസം ഡെവലപ്ഡ് ഇൻ 1950s ഇൻ US ഡ്യൂറിങ് ദ പോസ്റ്റ് വാർ പീരീഡ്. അതായത് പോസ്റ്റ് വാർ കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ടുള്ള ആ കാലഘട്ടത്തിൽ US-ലാണ് ഈ മോഡൽ ഡെവലപ്പ് ആവുന്നത്. നിയോ കെയ്നീഷ്യനിസം വാസ് എമർജ്ഡ് ഫ്രം കെയ്ൻസ് വർക്ക് ഓൺ അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് അൺഎംപ്ലോയ്മെൻറ്റിലുള്ള കെയ്ൻസിൻ്റെ ആ വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ ഒരു ബേസിലാണ് ഇത് എമർജായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. കീ ഫീച്ചേഴ്സ് ഓഫ് നിയോ കെയ്നീഷ്യൻ മോഡൽ. അതിൽ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കോൺസെപ്റ്റ് ആണ് ഒന്നാമത്തെ അതിൻ്റെ പ്രത്യേകത. അതെന്ന് പറയുന്നത് ലൈക്ക് ട്രഡീഷണൽ കെയ്നീഷ്യൻ എക്കണോമിക്സ്, ട്രഡീഷണൽ കെയ്നീഷ്യൻ മോഡൽ പറയുന്ന പോലെ തന്നെയാണ് ഏകദേശം ഇതിലും വരുന്നത്. ഇത് നിയോ കെയ്നീഷ്യൻ മോഡൽ എംഫസൈസ് ദ റോൾ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ ഡിറ്റർമിനിങ് എക്കണോമിക് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതായത് ഒരു എക്കണോമിയിലെ ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും തീരുമാനിക്കുന്നതിൽ ഏതിൻ്റെ പങ്ക്, അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ പങ്കിനെക്കുറിച്ച് ഇദ്ദേഹം, അതായത് ഈ നിയോ കെയ്നീഷ്യനിസം നന്നായിട്ട് എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇറ്റ് സജസ്റ്റ് ദാറ്റ് ചേഞ്ചസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ക്യാൻ ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഷോർട്ട് ടേം എഫക്ട്സ് ഓൺ ദ എക്കണോമി. അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡിലാണ് ഇവർ കൂടുതൽ ഊന്നി നിൽക്കുന്നത്. അത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ. അപ്പം അത് ഷോർട്ട് ടൈമിലാണെന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്നുള്ള ഒരു ചേഞ്ച് എക്കണോമിയിൽ കൊണ്ടുവരാൻ ഈ അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ വേരിയേഷന് കഴിയുമെന്നാണ് പറയുന്നത്. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. അടുത്തെന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമുക്കറിയാം. അത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഫേംസ് എല്ലാം പ്രൈസ് ടേക്കേഴ്സാണ്. അതായത് മാർക്കറ്റിലുള്ള വില അതിനനുസരിച്ച് അവർ ഉൽപ്പന്നങ്ങൾക്ക് വിൽക്കാനേ പറ്റത്തുള്ളൂ, അവർക്ക് പ്രൈസ് മേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിയോ കെയ്നീഷ്യനിസത്തിൽ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. അൺലൈക്ക് ദ അസംഷൻസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ക്ലാസിക്കൽ എക്കണോമിക്സ്. ക്ലാസിക്കൽ എക്കണോമിക്സിലാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെന്ന് ഓർക്കുക കേട്ടോ. നിയോ കെയ്നീഷ്യൻ ഓഫൺ ഇൻകോർപ്പറേറ്റ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ടു ദെയർ മോഡൽസ്. അപ്പോൾ അതാണ് അതിലെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിൽ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ ദിസ് മീൻസ് ദാറ്റ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ദിസ് മീൻസ് ദേ റെക്കഗ്നൈസ് ദാറ്റ് ഫേംസ് മേ ഹാവ് സം degrees of market power which can affect pricing and output decision. ഫേംസിന് ഔട്ട്പുട്ട് ഡിസിഷൻ, അതായത് പ്രൈസിങ് പവർ ഉണ്ട്. അവർ പ്രൈസ് മേക്കറാണ്. പെർഫെക്റ്റ് കോമ്പിനേഷൻ്റെ പോലെ പ്രൈസ് ടേക്കർ അല്ല എന്നാണ് പറയുന്നത്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതായത് ഇതിലെ ഫേംസും കൺസ്യൂമേഴ്സും എല്ലാം റാഷണലായിട്ട്, യുക്തിപരമായിട്ട് ചിന്തിക്കുന്നവരാണ്. അതായത് ഫ്യൂച്ചറിൽ ഒരു സാധനത്തിൻ്റെ വില കൂടുമോ കുറയുമോ, നമ്മളിപ്പോൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ പ്രയോജനപ്പെടുമോ, ഇങ്ങനെയൊക്കെ വിലയെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായിരിക്കുന്ന ആൾക്കാരാണ് ഇതിലുള്ളത്. ഇപ്പോൾ നിയോ കെയ്നീഷ്യൻസ് ജനറലി അക്സെപ്റ്റ് ദ കോൺസെപ്റ്റ് ഓഫ് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് വിച്ച് സജസ്റ്റ്, അത് പറയുന്നത് എന്താണ്, എക്കണോമിക് ഏജൻസ്, ആരൊക്കെയാണ് എക്കണോമിക് ഏജൻസ്, കൺസ്യൂമേഴ്സും ഫേംസും എക്സെട്ര, മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചുകൊണ്ടാണ് അവർ ഡിസിഷൻ എടുക്കുന്നത്. ചുമ്മാ കണ്ണും പൂട്ടി സാധനങ്ങൾ മേടിക്കുകയല്ല എന്നർത്ഥം. ആൻഡ് ഫോം എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് ഫ്യൂച്ചർ എക്കണോമിക് കണ്ടീഷൻസ് അക്കോർഡിംഗ്ലി. അവർ അവൈലബിൾ ആയിട്ട് ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് അവർ റാഷണലായിട്ട് യുക്തിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരാണ് ഇതിലുള്ളത്. അടുത്തെന്ന് പറയുന്നത് ട്രഡീഷണൽ കെയ്നീഷ്യനിസം വെച്ച് നോക്കുകയാണെങ്കിൽ അതിലില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് സ്റ്റിക്കി പ്രൈസസ് ആൻഡ് വേജസ് എന്ന് പറയുന്നത്. അതായത് സ്റ്റിക്കി പ്രൈസ് ആൻഡ് വേജസ് എന്ന് പറയുന്നത് വേജസും പ്രൈസും കൂടത്തും ഇല്ല കുറയത്തുമില്ല, അതായത് വേരി ചെയ്യാതെ ഇങ്ങനെ നിൽക്കും എന്നുള്ള കാര്യമാണ്. വൺ ഓഫ് ദ key distinctions from traditional Keynesianism is the incorporation of sticky price and wages in the short run. അത് ഷോർട്ട് റണ്ണിലാണ് സംഭവിക്കുന്നത് കേട്ടോ. ഷോർട്ട് റണ്ണിൽ പ്രൈസും വേജസും കൂടത്തുമില്ല കുറയത്തുമില്ല. നിയോ കെയ്നീഷ്യനിസം ആർഗ്യൂ ദാറ്റ് പ്രൈസസ് ആൻഡ് വേജസ് ഡു നോട്ട് അഡ്ജസ്റ്റ് ഇൻസ്റ്റൻ്റ്ലി. അതായത് നിയോ കെയ്നീഷ്യൻസിൻ്റെ അവർ ആർഗ്യൂ ചെയ്യുന്നത് ഷോർട്ട് റണ്ണിൽ ഈ പ്രൈസും വേജസും ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവത്തില്ല, അത് വേരി ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ടു ചേഞ്ച് ഇൻ ഡിമാൻഡ് ഓർ സപ്ലൈ, ഡിമാൻഡ് സപ്ലൈക്ക് അനുസരിച്ച് വേജസും പ്രൈസും ചേഞ്ച് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ലീഡിങ് ടു പീരീഡ്സ് ഓഫ് ഡിസിക്വിലിബ്രിയം ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇത് ഏതിലേക്ക് നയിക്കുന്നു? ഡിസിക്വിലിബ്രിയത്തിലേക്കും അൺഎംപ്ലോയ്മെൻറ്റിലേക്കും നയിക്കുന്നു. ഇതാണ് എൻ്റെ കാരണം. ഇനി എൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസി ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. പോളിസി ഇംപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ അത് ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു ഇടപെടൽ, അതായത് ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി മുതലായവ കൊണ്ടുവന്ന് എക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനുള്ള ഒരു ഗവൺമെൻറ് നല്ലൊരു ഇടപെടൽ ഇവർ പറയുന്നുണ്ട്, നിയോ കെയ്നീഷ്യൻസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നിയോ കെയ്നീഷ്യൻസ് അഡ്വക്കേറ്റ്, അവർ വാദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അഡ്വക്കേറ്റ് ഫോർ ആക്റ്റീവ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ എക്കണോമി ടു സ്റ്റെബിലൈസ് ഫ്ലക്ച്വേഷൻസ് ആൻഡ് പ്രൊമോട്ട് ഫുൾ എംപ്ലോയ്മെൻറ്റ്. അതായത് എക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്ത് ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയും
എംപ്ലോയ് ചെയ്യുന്ന, അതായത് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഉപയോഗിക്കുന്ന, അതാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് ഗവൺമെൻറ് ഒരു ഇടപെടൽ പറയുന്നുണ്ട്. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ദിസ് കുഡ് ഇൻവോൾവ് ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് ടാക്സേഷനാണ് ഫിസ്ക്കൽ പോളിസി വരുന്നത്. ആൻഡ് മോണിറ്ററി പോളിസി ആരുടെയാണ്? സെൻട്രൽ ബാങ്ക് ആക്ഷൻസ് ആണ് മോണിറ്ററി പോളിസി വരുന്നത്. ടു മാനേജ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അവർ ഇതൊക്കെ ചെയ്ത് ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും അത് അഡ്ജസ്റ്റ് ചെയ്ത് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു രീതി ഇതിലുണ്ട്. അടുത്തെന്ന് പറയുന്നത് ലോങ് റൺ ന്യൂട്രാലിറ്റി. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ ടു ക്ലാസിക്കൽ എക്കണോമിക്സ്, അതായത് ക്ലാസിക്കൽ എക്കണോമിക്സുകൾ പറയുന്ന പോലെ ദ നിയോ കെയ്നീഷ്യൻ മോഡൽ സജസ്റ്റ് ദാറ്റ് ഇൻ ദ ലോങ് റണ്ണിലാണ് കേട്ടോ, ചേഞ്ചസ് ഇൻ ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് പ്രൈമറിലി അഫക്ട് ദ പ്രൈസ് ലെവൽ. അഗ്രിഗേറ്റ് ഡിമാൻഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് പ്രൈസ് ലെവലിനെയാണ്. ഏതിന് ഉപരി? റാദർ ദാൻ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതായത് ഔട്ട്പുട്ടിലും എംപ്ലോയ്മെൻറ്റിലെയും അഫക്റ്റ് ചെയ്യുന്നതിലുപരി പ്രൈസ് ലെവലിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഹൗവർ ഇൻ ദ ഷോർട്ട് ടു മീഡിയം ടേം, അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഷോർട്ട് ടേമിൽ പ്രൈസ് റിജിഡാണ്, അതായത് സ്റ്റിക്കി വേജസ് ആൻഡ് പ്രൈസ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹൗവർ ഇൻ ദ ഷോർട്ട് ടു മീഡിയം ടേം ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ലെവൽസ് ക്യാൻ ഡീവിയേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഷോർട്ട് റണ്ണിൽ ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും ഡീവിയേറ്റ് ചെയ്യുന്നു ഫ്രം ദെയർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു സ്റ്റിക്കി പ്രൈസ് ആൻഡ് വേജസ്. ഏതിൻ്റെ കാരണം കൊണ്ട്? സ്റ്റിക്കി പ്രൈസും വേജസിൻ്റെയും കാരണങ്ങൾ കൊണ്ട്. ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നിയോ കെയ്നീഷ്യൻ മോഡൽ സീക്സ് ടു റീകൺസൈൽ കെയ്നീഷ്യൻ ഇൻസൈറ്റ്സ് about demand-driven fluctuations in the economy with more modern economic theories about market imperfections and expectations. അതായത് ഒരുപാട് മാർക്കറ്റ് ഇംപെർഫെക്ഷൻസും എക്സ്പെക്റ്റേഷൻസും ഉള്ള മോഡേൺ തിയറിയുമായിട്ടും നമ്മുടെ ഏതാണ് കെയ്നീഷ്യൻ ഇൻസൈറ്റ്സ് തോട്ട് ഏതാണ്? നമ്മുടെ ഡിമാൻഡ് ഡ്രിവൺ ഫ്ലക്ച്വേഷൻസ് ഉള്ള കെയ്നീഷ്യൻ തോട്ടുമായിട്ടും അവരൊരു റീകൺസിലേഷൻ, ഒരു കൂട്ടിച്ചേർക്കാൻ ഉള്ള ശ്രമമാണ് ഇതെന്ന് പറയുന്നത് നിയോ കെയ്നീഷ്യൻ മോഡൽ എന്ന് പറയുന്നത്. ഇറ്റ് റിമെയിൻസ് എ സിഗ്നിഫിക്കൻറ്റ് ഫ്രെയിം വർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് മാക്രോ എക്കണോമിക് ഡൈനാമിക്സ്. അതായത് ഇത് മാക്രോ എക്കണോമിക് ഡൈനാമിക്സ്, അതായത് പെട്ടെന്ന് മാറുന്ന മാക്രോ എക്കണോമിക് പോളിസീസ് മനസ്സിലാക്കുന്നതിന് ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഫ്രെയിം വർക്കാണ് കേട്ടോ. ആൻഡ് ഷേപ്പിംഗ് പോളിസി ഡിബേറ്റ്സ്. ചില പോളിസി ഡിബേറ്റ്സുകളൊക്കെ, തർക്കങ്ങളിലൊക്കെ നമുക്ക് ഇത് മുൻനിർത്തി നമുക്ക് വാദിക്കാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാവുന്ന ഡയഗ്രാം എന്ന് പറയുന്നത് സിമ്പിൾ ഡയഗ്രാമാണ്. ഇതിൽ വൈ ആക്സിൽ പ്രൈസ് ലെവലും എക്സ് ആക്സിൽ ഔട്ട്പുട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ എ എസ് എന്ന് കാണിച്ചിരിക്കുന്നത് അഗ്രിഗേറ്റ് സപ്ലൈ കർവാണ്. എ ഡി എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവാണ്. ഓക്കെ. അപ്പോൾ എ എസ് കർവും എ ഡി കർവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പ്രൈസ് ലെവൽ പി ആയിരുന്നു അവിടെ ഡിറ്റർമിൻ ചെയ്ത് നിന്നിരുന്നത്. അപ്പോൾ അവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യൂ ആണ്. അത് ഒ ക്യൂ ആയിരുന്നു അവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എന്നാൽ അഗ്രിഗേറ്റ് സപ്ലൈ അത് ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്ക് എ എസിൽ നിന്നും എ എസ് ഡാഷിലേക്ക്, അതായത് ഡോട്ടഡ് ലൈൻ കൊടുത്തേക്കുന്നത്, അതിലേക്ക് അഗ്രിഗേറ്റ് സപ്ലൈ ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്ക് ഔട്ട്പുട്ട് കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒ ക്യൂവിൽ നിന്ന് ഒ ക്യൂ ഡാഷായിട്ട് ഔട്ട്പുട്ട് കൂടി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? കൂടുതൽ ഔട്ട്പുട്ട് അഗ്രിഗേറ്റ് സപ്ലൈ വർദ്ധിച്ചപ്പോഴത്തേക്ക് ജനറൽ പ്രൈസ് ലെവൽ പിയിൽ നിന്ന് പി ഡാഷായിട്ട് കുറഞ്ഞതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.